ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഥ ആരംഭിക്കുന്നത് ഒരു സ്പേസ് സ്റ്റേഷനിലാണ്. അഥീന എന്നാണ് ഈ സ്പേസ് സ്റ്റേഷന്റെ പേര്. ഇതിന്റെ ഉടമസ്ഥാവകാശം എനർജീൻ എന്ന് പറയുന്ന കമ്പനിക്കാണ്. ഇതിനകത്ത് ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു എലിയുടെ ശരീരത്തിൽ ഒരു മരുന്ന് പരീക്ഷിക്കുകയായിരുന്നു അവർ. പക്ഷെ ആ പരീക്ഷണം ഒരു ദുരന്തത്തിലാണ് കലാശിച്ചത്. ആ മരുന്ന് കുത്തിവെച്ചതോടെ എലിയാണെങ്കിൽ വളർന്ന് വലുതാവാൻ തുടങ്ങി. അങ്ങനെ ഭീമാകാരനായ എലി അതിനകത്തുള്ള എല്ലാ ആളുകളെയും കൊല്ലുകയാണ്. കെറി എന്നു പേരുള്ള ഒരു ലേഡി മാത്രമാണ് ഇപ്പോൾ അതിൽ അവശേഷിച്ചിരിക്കുന്നത്. അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പേസ് സ്റ്റേഷന്റെ അകം മൊത്തം കത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എസ്കേപ്പ് പോഡ് ഉപയോഗിക്കണം. പക്ഷെ അവൾ അതിന്റെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് എനർജീന്റെ സിഇഒ ആയ ക്ലെയർ അവളെ വിളിക്കുന്നത്. ക്ലെയർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ മരുന്നിന്റെ സാമ്പിളുകൾ കൂടെ നീ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. അതില്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ കെറി ആണെങ്കിൽ ആ സാമ്പിളുകൾ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവൾ ഓരോരോ സാമ്പിളുകളായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി. 3 എണ്ണം എടുത്തു വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അതിനകത്തൊരു അലാറം അടിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ആ ഭീമാകാരനായ എലി അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൾ കയ്യിൽ കിട്ടിയ സാമ്പിളുകളുമായിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ വേഗം തന്നെ അവൾ ഓടി ചെന്നിട്ട് ആ എസ്കേപ്പ് പോഡിന്റെ അകത്തേക്ക് കയറുകയാണ്. അവൾ ആ ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ എലി അങ്ങോട്ട് വന്നിട്ട് അതിനകത്തുള്ള ചില്ലിൽ ശക്തിയായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ എലി അത് പൂർണ്ണമായിട്ട് തകർക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ആ എസ്കേപ്പ് പോഡ് വഴി ഭൂമിയിലേക്ക് കുതിക്കുകയാണ്. അങ്ങനെ കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ആ അഥീന എന്ന് പറഞ്ഞ സ്പേസ് സ്റ്റേഷൻ പൂർണ്ണമായിട്ടും കത്തിയെരിയുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത്. ഈ സമയം അവൾ ചിന്തിക്കുന്നത് ആ മരുന്നിനെ കുറിച്ചിട്ടാണ്. ഇതെങ്ങാനും ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ചിട്ടാണ് അവൾ ഇപ്പോൾ പേടിയോടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് അവൾക്ക് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. നേരത്തെ ആ എലി വന്നിട്ട് അതിലെ ഗ്ലാസ്സിനിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആ ഗ്ലാസ്സിൽ ചെറിയ വിള്ളലൊക്കെ വീണിട്ടുണ്ട്. ഇപ്പോൾ ഭൂമിയിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഗ്ലാസ് പൂർണ്ണമായിട്ടും തകർന്നു പോവാണ്. അതോടൊപ്പം തന്നെ ആ പേടകവും കത്തി നശിക്കുന്നു. അങ്ങനെ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നേരെ പോകുന്നത് ഭൂമിയിലേക്കാണ്. ഇനി കാണിക്കുന്നത് ഈ സിനിമയിലെ നായകനെയാണ്. ഇയാളുടെ പേര് ഡേവിസ് എന്നാണ്. ഇവനൊരു പട്ടാളക്കാരനായിരുന്നു. ആന്റി പോച്ചിങ് യൂണിറ്റിലാണ് ഇവൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കാട്ടിൽ കയറി ഇല്ലീഗലായിട്ട് മൃഗങ്ങളെ കൊല്ലുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ തടയുന്ന ടീമാണ് ഈ ആന്റി പോച്ചിങ് യൂണിറ്റ്. ഇപ്പോൾ ഇയാൾ വർക്ക് ചെയ്യുന്നത് സാന്റിയാഗോ എന്നു പേരുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ഇവിടെ ജോർജ് എന്നു പേരുള്ള ഒരു ഗൊറില്ലയുണ്ട്. വെള്ള കളറിലുള്ള ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട ഗൊറില്ലയാണത്. ഒരിക്കൽ കാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ആക്രമണത്തിൽ ഈ ജോർജിന്റെ കുടുംബം മൊത്തം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ജോർജിനെ രക്ഷിച്ചതും ഈ സാങ്ച്വറിയിലേക്ക് കൊണ്ടുവന്നതും ഈ ഡേവിസ് ആണ്. അന്നു മുതൽക്ക് തന്നെ ജോർജും ഡേവിസും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. ഇവർ തമ്മിൽ ആംഗ്യഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഡേവിസ് എന്തോ പറഞ്ഞാലും ജോർജ് അത് അനുസരിക്കും. അത്രത്തോളം ആഴത്തിലുള്ളതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഈ സമയം ഡേവിസ് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയും കൊണ്ട് അവിടുത്തെ ഗൊറില്ലകളെ കാണാനാണ് ചെല്ലുന്നത്. ആ ഗൊറില്ലകളുടെ കൂട്ടത്തിൽ പാവോ എന്നു പേരുള്ള ഒരു ഗൊറില്ലയുണ്ട്. ഏത് സമയം അതിനെ ഉപദ്രവിക്കലാണ് ഈ ജോർജിന്റെ പണി. അതുകൊണ്ട് തന്നെ നീ അവനെ ഉപദ്രവിക്കാൻ പാടില്ല, അവനൊരു പാവമാണ്, നിന്റെ കൂട്ടത്തിൽ അവനെയും കൂട്ടണം എന്നൊക്കെ അവനെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കാണ് ഡേവിസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ജോർജ് അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള ആ സംസാരമൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. അങ്ങനെ സമയം രാത്രിയായി. നേരത്തെ പൊട്ടിത്തെറിച്ച ആ പേടകത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടല്ലോ, അതൊക്കെ ഭൂമിയിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ആ എനർജീൻ എന്ന് പറയുന്ന കമ്പനിയുടെ 3 സാമ്പിളുകളും ആ കൂട്ടത്തിലുണ്ട്. അതിൽ ആദ്യത്തെ സാമ്പിൾ വന്ന് വീഴുന്നത് ജോർജ് ഇരിക്കുന്ന കൂട്ടിലാണ്. രണ്ടാമത്തെ സാമ്പിൾ വന്ന് വീഴുന്നത് കുറെ കുറുക്കന്മാരുള്ള ഒരു സ്ഥലത്താണ്. ഈ സമയം ഒരു കുറുക്കനാണെങ്കിൽ ആ സാമ്പിളിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്തു നിന്നും ഒരു പച്ച കളറിലുള്ള ഒരു ഗ്യാസ് ആ കുറുക്കന്റെ മൂക്കിലേക്ക് അടിക്കുകയാണ്. ഇനി 3ാമത്തെ സാമ്പിൾ വീഴുന്നത് മറ്റൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ഒരു മുതല കിടക്കുന്ന വെള്ളത്തിലാണ്. അതങ്ങോട്ട് വന്ന് വീണ ഉടനെ തന്നെ ആ മുതല അതിൽ കയറി കടിക്കുന്നുണ്ട്. അതോടൊപ്പം അതിനകത്തെ ഗ്യാസും ലീക്ക് ആവുകയാണ്. ഇതേ സമയം ജോർജ് ആണെങ്കിൽ ആ സാമ്പിളിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവൻ വേഗം തന്നെ അതിലൊന്ന് തട്ടി നോക്കുകയാണ്. അതോടൊപ്പം അതിനകത്തെ ഗ്യാസും ലീക്ക് ആവാൻ തുടങ്ങി. അത് ശ്വസിച്ച ഉടനെ തന്നെ ജോർജ് ആണെങ്കിൽ വളരെ അസാധാരണമായ രീതിയിൽ ഉച്ചത്തിൽ അലറിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഡേവിസിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ പേര് നെൽസൺ എന്നാണ്. അത്യാവശ്യമായിട്ട് സാങ്ച്വറിയിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് നെൽസൺ ഇപ്പോൾ ഡേവിസിനെ വിളിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഡേവിസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഡേവിസ് അവിടേക്ക് വന്ന ഉടനെ തന്നെ നെൽസൺ അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെയുള്ള ഒരു ഗ്രിസ്ലി കരടിയുടെ കൂട്ടിലേക്കാണ്. ഈ ഗ്രിസ്ലി കരടി എന്ന് പറയുന്നത് കരടികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൃഗമാണ്. ഡേവിസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കരടി അവിടെ ചത്തു കിടക്കുന്നതാണ് കാണുന്നത്. നെൽസൺ പറയുന്നത് ജോർജ് ആണ് ഇവനെ കൊന്നതെന്നാണ്. പക്ഷെ ഡേവിസിന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം ജോർജ് ആ കൂട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്.
അവന്റെ ശരീരത്തിലും നല്ല രീതിയിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. ഡേവിസിനെ കാണുമ്പോൾ ആ കരടിയെ കൊന്നതിന് അവൻ ഡേവിസിനോട് സോറിയൊക്കെ പറയാണ്. ഡേവിസ് ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കണ്ട് ഡേവിസ് ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ജോർജ് നല്ല രീതിയിൽ വളർന്നു വലുതായിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇവൻ ഇത്രയും വലിപ്പം വെച്ചത് എന്നൊക്കെയാണ് ഡേവിസ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നെൽസന്റെ വയർലെസ് ശബ്ദിക്കുന്നത്. നിങ്ങൾ ഉടനെ തന്നെ ഗൊറില്ലകളുടെ കൂട്ടിലേക്ക് വരണം എന്നാണ് അതിൽ പറയുന്നത്. അതിനെ തുടർന്ന് ഡേവിസും നെൽസനും കൂടെ വേഗം തന്നെ ഗൊറില്ലകളുടെ കൂട്ടിലേക്ക് പോവാണ്. നേരത്തെ കണ്ട ആ സാമ്പിള് വീണ സ്ഥലം കാണിക്കാനാണ് അവരങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ആ സാമ്പിളിന്റെ ബോക്സ് കണ്ടിട്ട് അതെന്താണെന്നുള്ള കാര്യമൊന്നും ഡേവിസിന് മനസ്സിലായിട്ടില്ല. ഉടനെ തന്നെ ഇത് എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നാണ് അവൻ അതിൽ നോക്കിക്കൊണ്ട് പറയുന്നത്. ഇനി കാണിക്കുന്നത് എനർജീൻ എന്നു പേരുള്ള കമ്പനിയാണ്. അതിന്റെ സിഇഒ ആയ ക്ലെയറും അവളുടെ ബ്രദറായ ബ്രെറ്റും അവിടെ നിൽക്കുന്നുണ്ട്. ആ സ്പേസ് സ്റ്റേഷൻ മൊത്തം തകർന്നുകൊണ്ട് തന്നെ അവനിപ്പോ വല്ലാത്ത ദേഷ്യത്തിലാണ്. 10,000 കോടി രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ ഓഹരിയും നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ബ്രെറ്റ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. നമ്മുടെ പ്രൊജക്ട് ഉണ്ടല്ലോ, പ്രൊജക്ട് റാംപേജ്, അതിപ്പോഴും സേഫ് ആണ്. ആ കെറി എസ്കേപ്പ് പോഡിൽ ഭൂമിയിലേക്ക് പോന്നപ്പോ അവളുടെ കയ്യിൽ 3 സാമ്പിൾ ഉണ്ടായിരുന്നു. ആ എസ്കേപ്പ് പോഡ് തകർന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ സാമ്പിളുകളൊക്കെ ഭൂമിയിലേക്ക് തന്നെ വന്ന് പതിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വാടകയ്ക്ക് എടുത്ത ആ പട്ടാളക്കാരുണ്ടല്ലോ, ബർക്കും ടീമും, അവരെ വിട്ടിട്ട് നമുക്ക് ആ സാമ്പിളുകളൊക്കെ കണ്ടെത്താം. അതെല്ലാം നമുക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഇരട്ടി പൈസയായിരിക്കും തിരിച്ചു കിട്ടാൻ പോകുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവൾ അത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ബ്രെറ്റിനാണെങ്കിൽ ആകെ സമാധാനമായി. അങ്ങനെ അവൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബർക്കും ടീമും ഒരു ഹെലികോപ്റ്ററിൽ കയറി വേഗം തന്നെ ആ സാമ്പിളുകൾ കണ്ടെത്താൻ പുറപ്പെടുകയാണ്. ഇനി കാണിക്കുന്നത് സയന്റിസ്റ്റായ ഡോക്ടർ കേറ്റിനെയാണ്. ഇവൾ എനർജിയിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ വളരെ ധൃതി പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ബ്രെറ്റിന്റെ ഒരു പത്രസമ്മേളനം കാണുന്നത്. അതിൽ പറയുന്നത് അഥീന എന്ന് പറയുന്ന ആ സ്പേസ് സ്റ്റേഷൻ തകർന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത്. അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ കേറ്റിനാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ന്യൂസ് ആണ്. അതിൽ പറയുന്നത് ആ സ്പേസ് സ്റ്റേഷനിൽ നിന്നുണ്ടായിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ സാന്റിയാഗോ എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് വന്ന് വീണത്. അതിനെ തുടർന്ന് അവിടുത്തെ ഗൊറില്ലയുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള ആളുകൾ അതിനെക്കുറിച്ചൊരു വിശദീകരണമൊന്നും തന്നിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾ വേഗം തന്നെ റെഡിയായിട്ട് സാന്റിയാഗോയിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ബർക്കും ടീമും കൂടെ ആ സാമ്പിൾ വന്ന് വീണ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അവർ പരിശോധിച്ച് നോക്കുമ്പോൾ ആ സാമ്പിളിന്റെ കണ്ടെയ്നർ മൊത്തം എംപ്റ്റി ആയിരിക്കുന്നതാണ് കാണുന്നത്. അവൻ വേഗം തന്നെ ക്ലെയറിനെ വിളിച്ചിട്ട് കാര്യം പറയാണ്. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ബർക്ക് പറയുന്നുണ്ട്. അവിടെ കുറെ കുറുക്കന്മാര് ചത്തു കിടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയുള്ള ഏതൊരു കുറുക്കൻ ചെയ്തതാവാനാണ് സാധ്യത എന്നാണ് ബർക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ക്ലെയർ ആലോചിക്കുന്നത് ആ കുറുക്കനെ കുറിച്ചിട്ടാണ്. ആ കുറുക്കൻ ആ സാമ്പിളുകൾ ശ്വസിച്ചിട്ടുണ്ടാവും എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അവൾ ബർക്കിനോട് പറയുന്നത് എങ്ങനെയെങ്കിലും ജീവനോടെയോ അല്ലെങ്കിൽ കൊന്നിട്ടോ ആ കുറുക്കനെ പിടിക്കണം, അതിനെനിക്ക് കിട്ടിയേ പറ്റൂന്നാണ്. ബർക്കാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഡേവിസും നെൽസണും ജോർജിന്റെ അടുത്ത് തന്നെയാണ്. അവനെ ഇപ്പോൾ ആ സാങ്ച്വറിയുടെ അകത്തായിട്ട് ഒരു വലിയ കൂട്ടിന്റെ അകത്താണ് ഇട്ടുവെച്ചിരിക്കുന്നത്. നെൽസൺ അവന്റെ ശരീരം മൊത്തം സ്കാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അവനെ കണ്ടെത്താൻ സാധിച്ചത് ജോർജിന്റെ ശരീരഭാഗങ്ങളൊക്കെ പെട്ടെന്ന് വളർന്നു വരുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ ഈ കാര്യം ഗവൺമെന്റിനെ അറിയിക്കണം എന്നൊക്കെയാണ് നെൽസൺ പറയുന്നത്. പക്ഷെ ഡേവിസിന് അതിന് സമ്മതം പറയാൻ സാധിക്കുന്നില്ല. കാരണം ഈ കാര്യം ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോർജിന്റെ അവസ്ഥ എന്തായിത്തീരും എന്നൊന്നും ആർക്കും ഊഹിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ആ സാമ്പിളിന്റെ കണ്ടെയ്നർ എടുത്തിട്ട് ബാക്കിയുള്ള സ്റ്റാഫിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതിനിടയിലാണ് കെയ്റ്റ് അങ്ങോട്ട് വരുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, എന്നെ ആ ഗൊറില്ലയെ ഒന്ന് കാണിക്കാൻ പറ്റുമോ അവൾ ചോദിക്കുന്നു. അങ്ങനെ ഡേവിസ് അവളെയും കൊണ്ട് നേരെ ജോർജിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഒറ്റ രാത്രി കൊണ്ട് 500 കിലോ ഭാരമാണ് അവനെ കൂടിയിരിക്കുന്നത് എന്നൊക്കെ ഡേവിസ് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ എന്താണ് ജോർജിന് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ കെയ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അതായത് ക്രിസ്പർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് എഡിറ്റിംഗ്. സ്രാവുകളെ സംബന്ധിച്ചിട്ട് അവരുടെ വളർച്ചാ നിരക്കിൽ അങ്ങനെ ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ കോശമെടുത്ത് ഈ ക്രിസ്പറുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഒരു ജീവിയുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്രാവിന്റെ ശരീരം വളരുന്ന അതേ കഴിവ് തന്നെ ആ ജീവിക്കും കിട്ടും. അതുപോലെ വണ്ടുകളുടെ ശക്തിയും ചീറ്റപ്പുലികളുടെ വേഗതയും അങ്ങനെ പല ജീവികളുടെ കഴിവുകളും ഈ ക്രിസ്പർ ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ ക്രിസ്പറിന്റെ പ്രശ്നം ഒരു സമയത്ത് ഒരു കോശത്തിൽ മാത്രമേ അതിന്റെ പ്രവർത്തനം നടക്കത്തുള്ളൂ. പക്ഷെ ഈ കെയ്റ്റ് ആണെങ്കിൽ
ആണെങ്കിൽ ഈ ക്രിസ്പറിനെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് കുത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവിയുടെ ശരീരത്തിൽ ഏതൊക്കെ കോശങ്ങളാണോ ചേർത്തത് അതിന് മൊത്തത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതാണിപ്പോ ജോർജിന് പറ്റിയിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതായതുകൊണ്ട് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും എനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ജോർജിന് ശരിക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ കൂട് മൊത്തം തകർത്ത് കളയുന്നു. അതിനുശേഷം വേഗം തന്നെ ഇറങ്ങി ഓടാൻ തുടങ്ങി. ഡേവിസും കേറ്റും അവന്റെ പുറകെ ഓടുന്നുണ്ട്. അവനാണെങ്കിൽ അവിടെ മൊത്തം നശിപ്പിച്ചിട്ട് നേരെ റോട്ടിലേക്കാണ് പോകുന്നത്. ഈ സമയം ഡേവിസ് വേഗം ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ജോർജിനെ ഷൂട്ട് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡേവിസ് ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ പറഞ്ഞാൽ ഇവൻ അനുസരിച്ചോളും, ദയവ് ചെയ്ത് നിങ്ങൾ വെടിവെക്കരുത് എന്നൊക്കെയാണ് ഡേവിസ് പറയുന്നത്. ഡേവിസ് അങ്ങനെ പറയുമ്പോൾ പോലീസുകാർ അത് അനുസരിക്കുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നാണ് ഹെലികോപ്റ്ററിൽ 2-3 പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ജോർജിന് നേരെ മയക്കുവെടി വെക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ജോർജ് മയങ്ങി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ബർക്കും ടീമും ആ കുറുക്കിനെ അന്വേഷിച്ച് ഒരു കാടിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ബർക്ക് അവന്റെ തോക്കിലൂടെ നോക്കുമ്പോൾ ആ കുറുക്കിന് അതിൽ ഓടിപ്പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ ഉടൻ തന്നെ അതിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ആ കുറുക്കന്റെ നിലവിളിയും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അവർ വേഗം തന്നെ ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ട് ആ കുറുക്കൻ കിടക്കുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ആ കുറുക്കനെ അവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിന്റെ കാൽപ്പാട് അവിടെ കാണുന്നുണ്ട്. അത്രയും വലിയൊരു കാൽപ്പാടൊക്കെ കണ്ട് അവരാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ കുറുക്കൻ അങ്ങോട്ട് വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. ആ കൂട്ടത്തിലുള്ള ആളുകളെല്ലാം ആ കുറുക്കൻ കൊന്നു വീഴ്ത്താൻ തുടങ്ങി. ഈ സമയം കുറച്ച് ആളുകൾ ആ ഹെലികോപ്റ്റർ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ആ കുറുക്കൻ ആ ഹെലികോപ്റ്ററിന്റെ മുകളിലേക്ക് ചാടുകയാണ്. അതോടൊപ്പം തന്നെ അത് അവിടെ തകർന്നു വീഴുകയും ചെയ്യുന്നു. ഇനിയിപ്പോ ബർക്ക് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. എങ്ങനെയാണ് ആ കുറുക്കനെ കൊല്ലേണ്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ കുറുക്കൻ അവന്റെ പുറകിൽ വരുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവനെ കടിച്ചു കയറുന്നു. അങ്ങനെ സമയം രാത്രിയായി. ജോർജിനെയും അതുപോലെ ഡേവിസിനെയും കേറ്റിനെയും ആ പോലീസുകാർ നേരെ എയർപോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു വലിയ കാർഗോ വിമാനത്തിൽ ജോർജിനെ എങ്ങോട്ടോ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ആ പോലീസുകാരുടെ ഹെഡിന്റെ പേര് ഹാർവി എന്നാണ്. അയാളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ പ്ലെയിനിൽ കയറി അവിടെ നിന്ന് യാത്രയാവാണ്. ഡേവിസും കേറ്റും ഇരിക്കുന്നത് ജോർജിന് ഇട്ടിരിക്കുന്ന കൂട്ടിന്റെ അടുത്ത് തന്നെയാണ്. അവൻ നോക്കുമ്പോൾ ജോർജിന്റെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഈ മുറിവുകൾ ഇത്ര പെട്ടെന്ന് ഉണങ്ങിയത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു തരം എലിയുണ്ട്. ആ ജീവികൾക്ക് മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണക്കാനുള്ള കഴിവുണ്ട്. അതാണ് ഇപ്പോൾ ഇവനെ കിട്ടിയിരിക്കുന്നത് എന്നാണ് കേറ്റ് പറയുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാർവി അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ഡേവിസിന്റെ ഹിസ്റ്ററിയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവൻ ഇത്രയും കാലം എവിടെയാണ് ജോലി ചെയ്തിരുന്നത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവൻ നടത്തിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ജോർജിനെ പോലെ തന്നെ വളർന്നു വലുതായ ആ കുറുക്കന്റെ ഒരു വീഡിയോയും കൂടെ അയാൾ ഇപ്പൊ ഡേവിസിന് കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ഡേവിസിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. ഈ സമയം അവൻ കേറ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇവള് വിചാരിച്ച ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ കിട്ടും, ഇവക്ക് ഇതിനൊരു ക്യൂർ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഡേവിസ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇവളെ കുറിച്ച് ഞാൻ ശരിക്കും അന്വേഷിച്ചിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവൾ എനർജിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇവളെ പിരിച്ചുവിട്ടതാണ്. അതിനെ തുടർന്ന് ഇവൾ ആ കമ്പനിയിലെ പല രഹസ്യ വിവരങ്ങളും ചോർത്തി കൊടുത്തു. അങ്ങനെ പോലീസ് ഇവൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇവള് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം ഹാർവി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പൊ തന്നോട് കളവ് പറയാന്ന് മനസ്സിലായപ്പോ ഡേവിസ് പിന്നെ ഒന്നും അവളോട് സംസാരിക്കുന്നില്ല. ഈ സമയം അവൾ അവളുടെ കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട, നിനക്ക് ജോർജിന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നാണ് ഡേവിസ് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ അതിന് പറ്റത്തില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ ക്ലെയറും ബ്രെറ്റും ജോർജിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം ആ സാമ്പിളുകളൊക്കെ ഒരു ബയോ വെപ്പണായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി ആ മൃഗങ്ങളെ പിടിച്ചിട്ട് ആ ജീവികളുടെ DNA എടുക്കാന്നല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. ക്ലെയർ ആണെങ്കിൽ അതിനൊരു പ്ലാനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ അവരുടെ മുന്നിൽ മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്. അത് ഡോക്ടർ കെയ്റ്റ് ആണ്. അവളിപ്പോ ഡേവിസിന്റെയും പോലീസുകാരുടെയും കൂടെയാണ് എന്നതിന് തെളിവായിട്ട് അവൾക്കൊരു CCTV ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. കേറ്റ് അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ എനർജിയിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ലോകം അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവളെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി കേറ്റിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഈ മൃഗങ്ങളുടെ വളർച്ച നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ആന്റിഡോട്ട് ഉണ്ട്. R19 എന്നാണ് അതിന്റെ പേര്. ഇതൊന്നും കൂടാതെ അവരുടെ അടുത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. അത് അവരുടെ കമ്പനിയിൽ ആന്റിനയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഓണാക്കി കഴിഞ്ഞാൽ ആ ജീവികൾ എവിടെയാണെങ്കിലും
അവരുടെ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വരും. ഇപ്പോൾ ജോർജ് പ്ലെയിന്റെ അകത്തായതുകൊണ്ട് തന്നെ ആ ഫ്രീക്വൻസി അവന്റെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് ആ പ്ലെയിൻ തകർക്കും. അങ്ങനെ വരുമ്പോൾ ഡോക്ടർ കേറ്റിന്റെ കാര്യം തീരുമാനമാവും. പിന്നെയുള്ളത് കുറുക്കനാണ്. അവൻ ഈ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവന്റെ കാര്യം പട്ടാളക്കാർ നോക്കിക്കോളും. അങ്ങനെ അവനെ കൊന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അവന്റെ DNA എടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ ആ വെപ്പണൈസ്ഡ് DNA മറച്ച് വിൽക്കുകയും ചെയ്യാം. ഇതാണ് അവരുണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ. അങ്ങനെ പ്ലാൻ പ്രകാരം ക്ലെയർ വേഗം ചെന്നിട്ട് ആ ഫ്രീക്വൻസി ഓണാക്കുകയാണ്. ഇതേ സമയം കുറുക്കനാണെന്നുണ്ടെങ്കിൽ ഒരു ബസ്സൊക്കെ തകർത്തിട്ട് വേറെ എവിടെയോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ ഫ്രീക്വൻസി അവന്റെ ചെവിയിലേക്ക് വരുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ ആ ബിൽഡിംഗ് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. അടുത്തതായിട്ട് ആ മുതലയാണ്. ആ ഫ്രീക്വൻസി അതിന്റെ ചെവിയിലേക്കും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതും ആ ബിൽഡിംഗ് ലക്ഷ്യമാക്കി നീന്താൻ തുടങ്ങി. അങ്ങനെ ആ ഫ്രീക്വൻസി ജോർജിന്റെ ചെവിയിലും എത്തി. അത് കേട്ടതോടുകൂടെ അവന് ഭ്രാന്തളകാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് തന്നെ ആ കൂട് മൊത്തം നശിപ്പിച്ചു കളയാണ്. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ മൊത്തം തകർക്കാൻ തുടങ്ങി. ഈ സമയം ഡേവിസ് ആണെന്നുണ്ടെങ്കിൽ അവനെ കാമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനൊന്ന് അടങ്ങുകയും ചെയ്തതാണ്. പക്ഷെ ഈ സമയത്താണ് പോലീസുകാരൊക്കെ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവന് വീണ്ടും ഭ്രാന്ത് വരാൻ തുടങ്ങി. അങ്ങനെ ആ പ്ലെയിന് മൊത്തത്തിൽ അവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പ്ലെയിന്റെ ഭാഗങ്ങളൊക്കെ കത്തിപ്പിടിക്കാൻ തുടങ്ങി. അത് താഴേക്ക് വീഴാൻ പോകുന്നോണ്ട് തന്നെ ഡേവിസ് ആണെങ്കിൽ കേറ്റിന്റെ പുറത്തൊരു പാരച്യൂട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവൾ വേഗം തന്നെ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. അങ്ങനെ അവൾ താഴേക്ക് പോയി കഴിയുമ്പോൾ ഡേവിസ് ഒരു പാരച്യൂട്ട് എടുത്തിട്ട് ഹാർവിയെയും തൂക്കിയെടുത്തിട്ടാണ് താഴേക്ക് ചാടുന്നത്. അങ്ങനെ അതിൽ ബാക്കിയായ എല്ലാവരും വളരെ സേഫ് ആയിട്ട് തന്നെ താഴേക്ക് ലാൻഡ് ചെയ്യുന്നു. അവർ നോക്കുമ്പോൾ ജോർജിനെ അവിടെ കാണുന്നില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എല്ലാവരും. ഇതേ സമയം തന്നെ എനർജീന്റെ ആ ബിൽഡിങ്ങിന്റെ അകത്ത് നിൽക്കുകയാണ് ക്ലെയറും ബ്രെറ്റും. ബ്രെറ്റ് ആണെങ്കിൽ നല്ല ടെൻഷനിലാണ്. ആ വിമാനം വന്ന് തകർന്നു വീണതും അതിൽ നിന്ന് ജോർജ് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് നമ്മൾ ചെയ്യുക എന്നൊക്കെയാണ് ബ്രെറ്റ് ക്ലെയറിന്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ ക്ലെയറിനാണെങ്കിൽ വലിയ ടെൻഷനൊന്നുമില്ല. അവള് പറയുന്നത് ആ കുരങ്ങൻ രക്ഷപ്പെട്ടു, അത് ശരിയാണ്. പക്ഷെ അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തൊടുത്തുവിട്ട ആ ഫ്രീക്വൻസി ഉണ്ടല്ലോ, അത് കാരണം അവൻ ഉറപ്പായിട്ട് ഈ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വരും. ആ സമയത്ത് നമുക്ക് അവന്റെ കാര്യം നോക്കാം. പക്ഷെ എന്റെ ടെൻഷൻ കെയ്റ്റ് ആണ്. അവൾ ഇപ്പോൾ ആ പോലീസുകാരുടെ കയ്യിലാണ്. അവൾ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം എന്നൊക്കെയാണ് ക്ലെയർ പറയുന്നത്. അവൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും ചില പോലീസുകാരൊക്കെ അവളുടെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഈ പോലീസുകാർക്കെല്ലാം ഈ എനർജീന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സമയം ക്ലെയർ ആണെങ്കിൽ അവരെ തടയാനൊന്നും ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും പരിശോധിക്കാം എന്നാണ് അവൾ പറയുന്നത്. മാത്രമല്ല ഡോക്ടർ കേറ്റിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട്. അതായത് അവളാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവളാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലെയർ പറയുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം അവർ ഉടനെ തന്നെ അവരുടെ സെർച്ച് ആരംഭിക്കുകയാണ്. ഇതേ സമയം ഹാർവി ആണെങ്കിൽ അവിടെയുള്ള ഒരു വയർലെസ് വഴി വേറെ കുറെ പോലീസുകാർ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കെയ്റ്റ് ആണെങ്കിൽ ഡേവിസിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ നേരത്തെ കളവ് പറഞ്ഞതുകൊണ്ട് അവൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും അവൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ഈ മനുഷ്യർ ഇങ്ങനെ തന്നെയാണ്, അവരവരുടെ കാര്യത്തിന് വേണ്ടി എന്ത് കളവും പറയും എന്നൊക്കെയാണ് ഡേവിസ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ അല്ല നിങ്ങളും ഒരു മനുഷ്യനല്ലേ, പിന്നെന്താണ് മനുഷ്യരോട് നിങ്ങൾക്ക് ഇത്ര വെറുപ്പ് എന്നാണ് കേറ്റ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് കാലം മിലിറ്ററിയിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് ഒരൊറ്റ കാര്യമാണ്, ഈ മനുഷ്യന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന്. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെന്ത് വേണമെങ്കിലും ചെയ്യും. നിനക്കറിയോ ഈ ജോർജിനെ എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന്? അവൻ കുട്ടിയായിരിക്കുമ്പോൾ അവന്റെ കുടുംബത്തെ മൊത്തം ഒരു കൂട്ടം പോച്ചേഴ്സ് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ എന്തോ ഒരു കാലക്കേടിന് അവന്റെ അമ്മയുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള മുറിവ് പറ്റി. അതിന്റെ ഒരു കൈ അറ്റുപോയിട്ടുണ്ടായിരുന്നു. ഈ പോച്ചേഴ്സ് ഈ ഗൊറില്ലകളെ പിടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. പക്ഷെ കൈ അറ്റുപോയ ഒരു ഗൊറില്ലയൊന്നും അവർ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ജോർജിനെ പിടിക്കുന്നതായപ്പോ ഞങ്ങൾ അതിൽ കയറി ഇടപെടുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഞങ്ങൾ ആ പോച്ചേഴ്സുമായിട്ട് വലിയൊരു യുദ്ധമാണ് നടത്തിയത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവനെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡേവിസ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ കെയ്റ്റ് ആണെങ്കിൽ അവളുടെ കഥ പറയാൻ തുടങ്ങി. അവൾ ഈ ക്രിസ്പർ എന്ന ടെക്നോളജി വെച്ചിട്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് അവളുടെ ബ്രദറിന് ഒരു അസുഖം വന്നത്. ഈ ക്രിസ്പർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തന്നെ അവനെ രക്ഷിക്കാമെന്നാണ് അവൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഈ സമയത്താണ് ക്ലെയറിന്റെ വരവ്. അവൾ കേറ്റിനെ എനർജീൻ എന്ന കമ്പനിയിൽ നിയമിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ക്രിസ്പറിനെ കേറ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോകെയാണ് അവൾ തിരിച്ചറിഞ്ഞത് ഈ ക്ലെയറിന്റെ ഉദ്ദേശം തന്നെ വെച്ചിട്ട് ഒരു വെപ്പണൈസ്ഡ് DNA ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അറിഞ്ഞ ഉടനെ തന്നെ അവൾ അതെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ക്ലെയർ ഇടപെട്ടിട്ട് കേറ്റിന് പോലീസിനെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവൾ ജയിലിലായതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ബ്രദർ മരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ഈ എനർജീന്റെ മുഴുവൻ പ്ലാനും എനിക്ക് തടഞ്ഞേ പറ്റൂ എന്നൊക്കെയാണ് കേറ്റ് പറയുന്നത്. അവൾ അത്രയും കാര്യം വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഡേവിസിനിപ്പോ അവളിലൊരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അവനും കൂടെ അവളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രോമിസ് കൊടുക്കുകയാണ്.
ഈ സമയത്താണ് ഹാർവി വിളിച്ചതിനെ തുടർന്നിട്ട് കുറെ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. അവരെല്ലാവരും വേഗം തന്നെ ഡേവിസിനെയും കൂട്ടരെയും കൂട്ടി നേരെ അവരുടെ ബേസിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയം അവിടെ കുറെ പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ കമാൻഡർ ഇപ്പോ ഒരു മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് ജോർജും ആ കുറുക്കനും ഇപ്പോൾ സിറ്റിയിലേക്കാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ തടയാൻ വേണ്ടി ഒരു കെണി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പട്ടാളക്കാർ. ഈ സമയത്താണ് ഡേവിസ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്. അവൻ പറയുന്നത് ഒരു ഗൊറില്ലയും കുറുക്കനും ഒരിക്കലും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യത്തില്ല. അവറ്റകൾ രണ്ടുപേരും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇതിപ്പോൾ അവർ ഒരുമിച്ച് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും ഇവറ്റകളെ രണ്ടുപേരെയും ആരോ ഒരിടത്തേക്ക് ക്ഷണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് ഡേവിസ് പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് കേറ്റ് ഒരു കാര്യം പറയുന്നത്. ഞാൻ എനർജിയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വവ്വാലിൽ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവറ്റകൾ ഈ തരംഗം വഴിയാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് അവർ കുറച്ച് കൂടിയ ഫ്രീക്വൻസിയിലുള്ള ഒരു തരംഗം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവറ്റകളെ സംബന്ധിച്ചിട്ട് ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ അരോചകമാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാലും ആ സ്ഥലം തകർക്കാൻ വേണ്ടി അവറ്റകൾ അങ്ങോട്ട് പോകും. എനിക്ക് തോന്നുന്നത് ഇവരെ ക്ഷണിച്ചിരിക്കുന്നത് ആ എനർജിന്റെ കമ്പനിയിൽ നിന്നാണ് എന്നൊക്കെയാണ് കേറ്റ് പറയുന്നത്. അവൾ അതെല്ലാം പറഞ്ഞു തീരുമ്പോഴാണ് ഒരാൾ ഒരു ലെറ്ററും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. കമാൻഡർ അത് വായിച്ചു നോക്കുമ്പോൾ ഡേവിസിനെയും കേറ്റിനെയും അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യണം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിനെ തുടർന്ന് അവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാണ്. അവരവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഡേവിസ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് കാണിച്ചാലും അവരെ നിങ്ങൾക്ക് തടയാൻ സാധിക്കത്തില്ല. ഈ ജീവികൾക്ക് മുറിവ് പറ്റുകയാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ ഹീലായിട്ട് വരും. അതുകൊണ്ട് ഇവരുടെ മുന്നിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള വെപ്പണും ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഡേവിസ് പറയുന്നത്. പക്ഷെ ആ കമാൻഡർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഉടനെ തന്നെ ആ പട്ടാളക്കാർ അവരെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. അങ്ങനെ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഡേവിസ് വേഗം കേറ്റിനെയും വിളിച്ചിട്ട് മറ്റൊരു വഴിക്ക് ഓടുന്നത്. ഈ സമയം രണ്ട് പട്ടാളക്കാർ അവരുടെ പുറകെ ചെല്ലുന്നുണ്ട്. എന്നാൽ ഡേവിസ് ഉടനെ തന്നെ അവരെ രണ്ടുപേരെ ഇടിച്ച് ബോധം കെടുത്താണ്. അതിനുശേഷം അവൻ വേഗം അവളെയും കൂട്ടി ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഈ സമയത്താണ് ഹാർവി അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോൾ കേറ്റ് സംസാരിക്കാൻ തുടങ്ങി. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ തടയാൻ ശ്രമിക്കരുത്. ആ എനർജിന്റെ കയ്യിൽ ഈ ജീവികൾക്ക് കൊടുക്കാനുള്ള ഒരു ആന്റിഡോട്ടും കൂടെ ഉണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ അവിടെ ചെന്നിട്ട് അത് കണ്ടെടുത്തോളാം. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ആ ജീവികളെ തടയാൻ പറ്റും. അതുകൊണ്ട് ദയവായി ഞങ്ങളെ പോവാൻ അനുവദിക്കണം എന്നാണ് കേറ്റ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിന് ഞാൻ നിങ്ങളെ തടയാൻ വന്നതാണെന്ന് ആര് പറഞ്ഞു? ഈ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് കീ വേണം, അത് തരാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കീ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. മാത്രമല്ല ഒരു ഫോണും കൂടെ അയാൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്ററുമായിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ പട്ടാളക്കാരെല്ലാം ജോർജിനെ ആ കുറുക്കനെയും പിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അവറ്റകൾ ഒരു സ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോൾ ആ പട്ടാളക്കാർ അവിടെ ഇട്ടൊരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആ ജീവികൾ ഒന്നും ചെയ്യാൻ ആ പട്ടാളക്കാർക്കായിട്ടില്ല. ആ പട്ടാളക്കാർ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കുറുക്കനും ജോർജും കൂടെ ആ മുഴുവൻ പട്ടാളക്കാരെയും കൊന്നുകളയാണ്. ഇതെല്ലാം ആ കമാൻഡറും കാണുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത ചാൻസ് സിറ്റിയിലാണ്. ഇവരവിടെ വെച്ച് നമുക്ക് നേരിടാം. അതിനു മുമ്പ് അവിടെയുള്ള മുഴുവൻ ആളുകളെ ഒഴിപ്പിക്കണം എന്നാണ് അയാൾ ഓർഡർ കൊടുക്കുന്നത്. ഇതെല്ലാം ഹാർവിയും കേൾക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ ഡേവിസിനെ വിളിച്ചിട്ട് കാര്യം പറയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ അവിടെയുള്ള മുഴുവൻ ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ സിറ്റിയിലേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും ഒഴിപ്പിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറുക്കനും ജോർജും അവിടെ മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ആ ജീവികൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടൊന്നും ആ ജീവികൾക്ക് ഒന്നും പറ്റുന്നില്ല. കുറുക്കനാണെങ്കിൽ ആ പട്ടാളക്കാരുടെ ഒരു ഹെലികോപ്റ്റർ അപ്പം തന്നെ തകർത്ത് കളയുന്നു. ജോർജ് ആണെങ്കിൽ അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ആ മുതല അങ്ങോട്ട് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ ആ മുതല അവിടുത്തെ ആ കനാലിലുള്ള ഒരു ബോട്ട് മൊത്തം മറിച്ചിട്ടാണ്. അതിനുശേഷം അത് നേരെ റോട്ടിലേക്ക് കയറുന്നു. അതിന്റെ അലർച്ചയൊക്കെ കണ്ട് അവിടെയുള്ള ആളുകളൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം കുറെ പട്ടാളക്കാർ അങ്ങോട്ട് വന്നിട്ട് ആ മുതലയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ മുതല അതിന്റെ ഒരു കാലെടുത്ത് വെക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാർ അതിന്റെ അടിയിൽ പെട്ടുപോവാണ്. ഈ സമയം ജോർജ് ആണെങ്കിൽ ആ ബിൽഡിംഗ് ഒക്കെ തല്ലി പൊളിച്ചിട്ട് മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറുക്കൻ അവന്റെ കൂടെ തന്നെയുണ്ട്. അതിനിടയിലാണ് ഒരു ജെറ്റ് വിമാനം അങ്ങോട്ട് പറന്നു വരുന്നത്. അത് നേരെ മുതലയെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ മുതല അപ്പോഴേക്കും ആ ജെറ്റ് വിമാനത്തെ കടിച്ചെടുത്തിട്ട് ദൂരേക്ക് ഒരൊറ്റ ഏറ് വെച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ഡേവിസും കേറ്റും കാണുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഇവറ്റകളെ തടയാൻ സാധിക്കത്തില്ല. നമുക്ക് ഉടനെ തന്നെ ആ ആന്റിഡോട്ട് കണ്ടെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഡേവിസ് വേഗം ആ ഹെലികോപ്റ്റർ എനർജിന്റെ ബിൽഡിംഗിലേക്ക് പറത്തുകയാണ്. ഇതേ സമയം തന്നെ ആ കമാൻഡർ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സിറ്റിയിലെ മുഴുവൻ ആളുകളെ ഒഴിപ്പിച്ചിട്ട് അവിടെ ശക്തിയായ ഒരു ബോംബ് ഇട്ട് പൊട്ടിക്കാനാണ് അയാളുടെ തീരുമാനം. ഇതെല്ലാം ഹാർവിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർവി അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കാര്യം പറയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ബോംബിടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സിറ്റിയിലെ ഭൂരിഭാഗം ഭാഗങ്ങളും തകർന്നു പോകും. മാത്രമല്ല ഈ ജീവികളുടെ ഒരു തെളിവുകളും അവശേഷിക്കത്തില്ല. അതിനേക്കാളും നല്ലൊരു പ്ലാൻ ഞാൻ പറയാം. എന്റെ 2 ഫ്രണ്ട്സ് ഒരു ആന്റിഡോട്ടിന് വേണ്ടി ആ എനർജിയിലേക്ക് പോയിട്ടുണ്ട്. അവരെ
നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആന്റിഡോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ജീവികളെ തടയാം. അങ്ങനെ വരുമ്പോൾ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കറിയാം നിന്റെ ഏത് ഫ്രണ്ട്സാണ് എനർജിയിലേക്ക് പോയിരിക്കുന്നതെന്ന്. അവർ തന്നെയല്ലേ എന്റെ ഒരു ഹെലികോപ്റ്ററും കൂടെ അടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നാണ് കമാൻഡർ പറയുന്നത്. അങ്ങനെ അവരുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ആ ബോംബും വഹിച്ചുകൊണ്ട് ഒരു വലിയ വിമാനം ഇപ്പോൾ സിറ്റിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഡേവിസും കേറ്റും കൂടെ എനർജിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ആ ബോംബും കൊണ്ട് ആ വിമാനം അങ്ങോട്ട് വരുന്ന കാര്യം ഹാർവി ഡേവിസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ആ ആന്റിഡോട്ട് കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അവർ. അങ്ങനെ കുറെ നേരത്തെ സെർച്ചിന് ശേഷം അവർ ആ ആന്റിഡോട്ട് കണ്ടെത്തുന്നുണ്ട്. കേറ്റ് വേഗം തന്നെ അതിൽ 3 കയ്യിലെടുക്കുകയാണ്. ഈ സമയത്താണ് ക്ലെയറും ബ്രെറ്റും കൂടെ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ നൈസായിട്ട് അതിലൊരു ആന്റിഡോട്ട് എടുത്തിട്ട് അവളുടെ പോക്കറ്റിലേക്ക് ഇടുന്നു. പക്ഷെ ക്ലെയർ അത് കാണുന്നില്ല. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എടുത്ത ആന്റിഡോട്ട് കൊണ്ട് ആ ജീവികളുടെ വലിപ്പം പഴയ രീതിയിലേക്കൊന്നും ആക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ ആക്രമണ സ്വഭാവം മാറ്റാൻ മാത്രമേ പറ്റത്തുള്ളൂ. മര്യാദയ്ക്ക് അതല്ല എനിക്ക് തരുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബ്രെറ്റ് ഒരു തോക്കും ചൂണ്ടിയിട്ടാണ് നിൽക്കുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് കേറ്റ് ആണെങ്കിൽ ആ 2 ആന്റിഡോട്ട് എടുത്തിട്ട് ക്ലെയറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ അത് വാങ്ങിയതിനു ശേഷം ക്ലെയർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രെറ്റിന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് വാങ്ങിയിട്ട് ഡേവിസിന് നേരെ വെടിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡേവിസ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ക്ലെയർ വേഗം തന്നെ കേറ്റിനെയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ക്ലെയർ കേറ്റിനെയും കൊണ്ട് പോകുന്നത് ആ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ 3 ജീവികളും ആ ബിൽഡിംഗിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവറ്റകളെല്ലാം വളരെ വേഗത്തിൽ ആ ബിൽഡിംഗിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലെയർ പറഞ്ഞത് പ്രകാരം ആ ബിൽഡിംഗിന്റെ മുകളിലായിട്ട് ഒരു ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. കേറ്റിനെയും കൊണ്ട് അതിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ക്ലെയർ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ജോർജ് അങ്ങോട്ട് വരുന്നു. അവന്റെ ആ അലർച്ചയൊക്കെ കാണുമ്പോൾ ബ്രെറ്റ് ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ ജോർജ് വേഗം തന്നെ ആ ഹെലികോപ്റ്റർ ഒക്കെ തകർക്കാൻ തുടങ്ങി. ആ ഹെലികോപ്റ്റർ നേരെ തെറിച്ചു വീഴുന്നത് കേറ്റിന്റെ മുകളിലേക്കാണ്. പക്ഷെ അപ്പോഴേക്കും ഡേവിസ് അങ്ങോട്ട് വന്നിട്ട് അവൾ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. ക്ലെയർ ഷൂട്ട് ചെയ്തെങ്കിലും ആ വെടിയേറ്റിട്ട് അവൻ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ പറയുന്നത് നമുക്ക് ഉടനെ തന്നെ ചെന്നിട്ട് ആ ആന്റിഡോട്ട് വീണ്ടും എടുത്തുകൊണ്ട് വരണം എന്നാണ്. അവൻ അത് പറയുമ്പോഴാണ് അവൾ നേരത്തെ ഒളിപ്പിച്ചു വെച്ച ആന്റിഡോട്ട് അവനെ കാണിക്കുന്നത്. അത് കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഇതെടുത്തിട്ട് ജോർജിന് കൊടുക്കാം. അവൻ നോർമൽ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 ജീവികളെ പിടിക്കാൻ ജോർജ് നമ്മളെ സഹായിക്കും എന്നാണ് ഡേവിസ് പറയുന്നത്. ഈ സമയം ജോർജ് ആണെങ്കിൽ ആ തരംഗങ്ങൾ വരുന്നത് കാരണം ആ ടവറൊക്കെ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എങ്ങനെയാണ് ഈ ആന്റിഡോട്ട് അവന് കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് താഴേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡേവിസും കേറ്റും. ഈ സമയത്താണ് ക്ലെയർ വീണ്ടും അവരുടെ മുന്നിലേക്ക് വരുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷെ ആ കുരങ്ങനുള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡേവിസ് വേഗം ചെന്നിട്ട് അവന്റെ അടുത്ത് സംസാരിച്ച് നിൽക്ക്, അതിനിടയിൽ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളാം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ പറഞ്ഞത് പ്രകാരം ഡേവിസ് മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷെ ആ കോണിപ്പടി കയറുമ്പോൾ ഡേവിസ് ജോർജിനെ ഉറക്കെ വിളിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ ജോർജ് അവന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ സമയം കേറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലുള്ള ആന്റിഡോട്ട് എടുത്തിട്ട് ക്ലെയറിന്റെ ബാഗിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. അവൾ അത് എന്തിനാണ് ചെയ്തത് എന്ന കാര്യം ക്ലെയറിന് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് ജോർജ് വേഗം വന്നിട്ട് ക്ലെയറിനെ പിടിക്കുന്നത്. അതിനുശേഷം അവളെ അവന്റെ വായിലേക്ക് ഇടാണ്. അങ്ങനെ ക്ലെയറിനെയും അവളുടെ ബാഗിന്റെ അകത്തിരിക്കുന്ന ആന്റിഡോട്ടും ജോർജ് ഇപ്പോൾ വിഴുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ അവൻ നോർമൽ അവസ്ഥയിലേക്ക് മാറും. ഇതേ സമയം തന്നെ ബ്രെറ്റ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ താഴേക്ക് എത്തിയിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഹാർവി അങ്ങോട്ട് വരുന്നത്. ഹാർവി ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവന്റെ കയ്യിലുള്ള എനർജീന്റെ മുഴുവൻ ഡീറ്റെയിൽസ് മേടിക്കാനാണ്. ഇനിയിപ്പോൾ അതുകൊണ്ടൊന്നും ഉപകാരമില്ലാത്തതുകൊണ്ട് ബ്രെറ്റ് ആണെങ്കിൽ അതെല്ലാം ഹാർവിക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മുകളിൽ നിന്നും വലിയൊരു സാധനം അവന്റെ തലയ്ക്ക് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ പണി അവിടെ തീരാണ്. ഈ സമയം ഡേവിസും കേറ്റും മുകളിൽ തന്നെയാണ്. അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ കുറുക്കനും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. ആ ജീവികളെല്ലാം അറ്റാക്ക് ചെയ്യുന്നോണ്ട് തന്നെ ആ ബിൽഡിംഗ് എല്ലാം പൊളിഞ്ഞു വീഴും എന്ന കാര്യം ഡേവിസിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ കേറ്റിനെയും കൊണ്ട് അവിടെ തകർന്നു കിടക്കുന്ന ഹെലികോപ്റ്ററിന്റെ അകത്തേക്കാണ് കയറുന്നത്. അങ്ങനെ ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും തകർന്നു വീഴാണ്. ആ ഹെലികോപ്റ്ററിന്റെ അകത്തായതുകൊണ്ട് ഡേവിസിനും കേറ്റിനും ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അവരിപ്പോൾ ആ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് ജോർജും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അവനിപ്പോൾ നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡേവിസ് ആണെങ്കിൽ ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർ 2 പേരും ഓരോരോ തമാശകളൊക്കെ പറയാൻ തുടങ്ങി. അതിനിടയിലാണ് ആ മുതലയും കുറുക്കനും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അവറ്റകളെ കണ്ട് ജോർജിനാണെങ്കിൽ കലി കയറി നിൽക്കുകയാണ്. ഈ സമയം ഡേവിസ് നേരെ ചെല്ലുന്നത് അവിടെ ഇരിക്കുന്ന ഒരു വണ്ടിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അതിനകത്തു നിന്നും ഒരു വലിയ തോക്ക് കയ്യിലെടുക്കുന്നു. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവികളുടെ കാര്യം തൽക്കാലം ഞാനും ജോർജും കൂടെ നോക്കിക്കോളാം. നീ എങ്ങനെയെങ്കിലും ആ മിലിറ്ററിക്കാരുടെ അടുത്ത് ചെന്നിട്ട് ആ ബോംബ് ഇടുന്നത് തടയണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാവും എന്നാണ് ഡേവിസ് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ കേറ്റ് ആണെങ്കിൽ ആ മിലിറ്ററിക്കാരെ കാണാൻ പോവാണ്. അങ്ങനെ ഡേവിസും ജോർജും കൂടെ ആ ജീവികളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഒരു ഗംഭീര ഫൈറ്റാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. അതിനിടയിൽ ഡേവിസ് ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് ആ കുറുക്കന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്.
ഈ സമയം കുറുക്കൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ അകത്തുകൂടെ ചാടി അവന് നേർക്ക് പറന്നു വരാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ഡേവിസ് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ ആ കുറുക്കൻ നേരെ ചെന്ന് ചാടി വീഴുന്നത് മുതലയുടെ അടുത്തേക്കാണ്. അത് കാണുന്ന മുതലയാണെങ്കിൽ ആ കുറുക്കനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തെ ഫൈറ്റിന് ശേഷം ആ മുതല ആ കുറുക്കന്റെ തല മൊത്തത്തിൽ കടിച്ചെടുക്കുകയാണ്. ഇനിയിപ്പം ബാക്കിയുള്ളത് ആ മുതലയാണ്. അവർ ഉടനെ തന്നെ ആ മുതലയായിട്ടുള്ള ഫൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ മുതലയെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ഡേവിസിന്റെ കയ്യിലെ തോക്കിലെ ബുള്ളറ്റ് ഒക്കെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുതലയാണെങ്കിൽ അവിടെ മൊത്തം തകർത്ത് കളയുന്നുണ്ട്. അതിൽപ്പെട്ട് ഡേവിസ് നേരെ താഴേക്ക് വീഴാണ്. ഈ സമയം മുതല അവനെ പിടിക്കാൻ വേണ്ടി ഡേവിസിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ജോർജ് ആ മുതലയുടെ മേലേക്ക് ചാടി വീഴാണ്. അതിനുശേഷം ആ മുതലയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ജോർജിനും ആ മുതലയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ആ ഫൈറ്റിനിടയിൽ മുതല ജോർജിനെ എടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയാണ്. ഒരു കമ്പിയിലേക്കാണ് അവൻ തുളച്ചു കയറുന്നത്. നല്ല പരിക്കാണ് അവന്റെ ദേഹത്ത് പറ്റിയിരിക്കുന്നത്. മുതലയാണെങ്കിൽ വിടാതെ അവനെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഡേവിസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹെലികോപ്റ്റർ ഇരിക്കുന്നുണ്ട്. അതിന്റെ അകത്തേക്ക് കയറിയിട്ട് മുതലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന മുതലയാണെങ്കിൽ ഇപ്പോൾ ഡേവിസിന്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ മുതല പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നിട്ട് ആ ഹെലികോപ്റ്റർ മൊത്തം തകർത്ത് കളയാണ്. അതിനുശേഷം വീണ്ടും ഡേവിസിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് ജോർജ് ഒരു വലിയ കമ്പിയുമായിട്ട് അങ്ങോട്ട് ചാടി വീഴുന്നത്. വന്ന ഉടനെ തന്നെ അത് അവൻ ആ മുതലയുടെ കണ്ണിലേക്കാണ് കുത്തിയിറക്കുന്നത്. അതോടൊപ്പം തന്നെ ആ മുതല ചത്തുപോവുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ഡേവിസ് ആണെങ്കിൽ ആകെ സമാധാനത്തിലിരിക്കുകയാണ്. ഈ സമയം ഇതെല്ലാം ആ കമാൻഡറും കാണുന്നുണ്ട്. മുതലയുടെ പണി തീർന്നുകൊണ്ട് തന്നെ ആ ബോംബ് ഇടാനുള്ള പ്ലാനൊക്കെ അയാൾ ഒഴിവാക്കുകയാണ്. അങ്ങനെ ഡേവിസ് വേഗം തന്നെ ജോർജിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ജോർജ് ശരിക്കും അവശനായിട്ടുണ്ട്. ഡേവിസ് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ചു സമയം കഴിയുമ്പോൾ ജോർജിന്റെ അനക്കമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേവിസ് ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഹാർവിയും കേറ്റും അങ്ങോട്ട് വരുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ജോർജ് ആണെങ്കിൽ അനക്കമില്ലാതെ ഇരിക്കുകയാണ്. ഡേവിസും അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. കേറ്റ് വേഗം ചെന്നിട്ട് ഡേവിസിന് ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ജോർജിന്റെ കൈകൾ അനങ്ങുന്നത്. അപ്പോൾ അവൻ നാടകം കളിക്കുകയാണ് എന്ന കാര്യം ഡേവിസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡേവിസ് അവനെ കുറെ തെറിയൊക്കെ പറയാൻ തുടങ്ങി. അത് കാണുമ്പോൾ ജോർജ് ആണെങ്കിൽ ഞാൻ മരിച്ചു എന്ന് കരുതി നീ കരഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡേവിസിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജോർജ് കേറ്റിനെ ശ്രദ്ധിക്കുന്നത്. ഇതാരാണ്, നിന്റെ കാമുകിയാണോ എന്നാണ് ജോർജ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എന്റെ കാമുകിയൊന്നുമല്ല, എന്റെ ഫ്രണ്ടാണ് എന്നാണ് ഡേവിസ് അതിന് മറുപടി പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. അവരെല്ലാവരും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ആ ബിൽഡിങ്ങിന്റെ ഇടയിലായിട്ട് ചില ആളുകളൊക്കെ പെട്ടുകിടക്കുന്നുണ്ട്. ജോർജ് ആണെങ്കിൽ അവരെയൊക്കെ താഴേക്ക് ഇറങ്ങാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.